അപ്പോൾ ബബ്ബബ്ബ മൂവി സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സിനിമയ്ക്ക് എല്ലാവരെയും പോലെ പോയത്. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഹൗസ്ഫുള്ളാണ്. 12 മണിക്കുള്ള രാത്രിയത്തെ ഷോയ്ക്ക് പോലും ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. കാരണം ദിലീപേട്ടൻ്റെ മൂവിയാണ്, കുറേ ചിരിക്കാനുണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ദിലീപേട്ടൻ്റെ പ്രിൻസ് മൂവി കണ്ടിരുന്നു. അതിൻ്റെ റിവ്യൂ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ സിനിമ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ദിലീപേട്ടൻ്റെ സംഭവങ്ങളൊക്കെ അതിൽ നന്നായിരുന്നു, നല്ല കഥാ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ ബബ്ബബ്ബയിൽ കുഴപ്പമില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ആദ്യം പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തമ്മിലുള്ള കോമഡി. അത് വളരെ നല്ല ചിരിക്കാനുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു. കാരണം അവരുടെ റിയൽ ലൈഫിൽ അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡബിൾ മീനിങ്ങിലൂടെ ഈ സിനിമയിൽ കോമഡി ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവർക്ക് ഇതിൽ ആ ഡബിൾ മീനിങ്ങിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലായിട്ട് ചിരിക്കാൻ കഴിയും. ആ രീതിയിലാണ് ധ്യാനും വിനീതും കൂടി ഇതിൽ തമ്മിലടി കൂടിക്കൊണ്ടുള്ള ആ കോമഡികൾ ചെയ്തിരിക്കുന്നത്. അതിന് ഞാൻ നന്നായിട്ട് ചിരിച്ചു. അതേപോലെ ധ്യാനിൻ്റെ ആ കോമഡി മാത്രമേ പുള്ളിക്ക് ഇതിൽ കാര്യമായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കഥാപാത്രം കുഴപ്പമില്ല. പക്ഷേ വിനീത് ശ്രീനിവാസന് ഇതിൽ സീരിയസ് ആയ ഒരു റോളും ഉണ്ട്, അതേപോലെ കോമഡിയുമാണ്. രണ്ടും കുഴപ്പമില്ല. വിനീതും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും ഈ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെയും മിനിറ്റിന് മിനിറ്റ് ഓരോ കഥാപാത്രങ്ങൾ അങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം തന്നെയും കോമഡി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോമഡികൾക്കും അങ്ങനെ ചിരി വരുന്നില്ലെങ്കിലും കുറേ ചിരിക്കാനുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ കോമഡി തന്നെ ചെയ്യാത്ത ഒരു കഥാപാത്രത്തെ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധയിൽ കാര്യമായിട്ട് പെട്ടത് സിദ്ധാർത്ഥ് ഭരതനാണ്. പുള്ളിയുടെ റോള് സീരിയസ് ആണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങേർക്ക് കൊടുത്ത ഭാഗം എന്താണോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത്, ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നോ ലോജിക് ഓൺലി മാഡ്നെസ് എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങിയത്. അപ്പം തന്നെ എനിക്കൊരു കാര്യം തീരുമാനമായി, ഈ സിനിമയിൽ ഒരു ലോജിക്കും ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ലോജിക്കും ഇല്ലാത്ത പടം എന്ന് പറയണ്ട എന്ന് കരുതിയിട്ട് തന്നെ ഇവർ അഡ്വാൻസ് ആയി ആദ്യം അങ്ങനെ കാണിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അത് സിനിമ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പൂർണ്ണമായിട്ടും 100% ഉറപ്പാവുകയും ചെയ്തു. സിനിമയിൽ എവിടെയും ഒരു ലോജിക്കും ഇല്ല. അതവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് ഇതിൽ ദിലീപേട്ടൻ്റെ റോള്, ദിലീപേട്ടൻ ഇതിൽ തുടക്കം മുതൽ അവസാനം വരെ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ അഭിനയത്തിൽ പുള്ളിയുടെ കോമഡിയൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ പിന്നെ പറയാം. അതേപോലെ ഗില്ലി ബാല എന്ന റോളിൽ ലാലേട്ടൻ എൻ്റർ ആവുന്നു. പുള്ളിയുടെ റോളിൽ കുറച്ച് ചിരിക്കാനൊക്കെ പുള്ളി ചിരിപ്പിക്കുന്നുണ്ട്. അതേപോലെ പുള്ളിയുടെ പഴയ സിനിമകളിലെ ചില കഥാപാത്രങ്ങളെയൊക്കെ ഇതിലും കാണിക്കുന്നുണ്ട്. ആടുതോമ പോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ അങ്ങനെ കഥാപാത്രമായിട്ട് വരികയല്ല, അതിലുള്ള പോലത്തെ സംഭവങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ലാലേട്ടനും ദിലീപേട്ടനും കൂടിയിട്ടുള്ള ആ അഴിഞ്ഞാട്ടൻ ഡാൻസ്, അതൊന്നും പറയാനില്ല കേട്ടോ. രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. നല്ല സ്റ്റെപ്പുകളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു നല്ല മാറ്റർ എന്താണെന്ന് വെച്ചാൽ ഷാൻ റഹ്മാൻ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കാണ്. പുള്ളി ഓരോ കഥാപാത്രങ്ങൾ വന്നിറങ്ങുമ്പോഴും അതേപോലെ സോങ്ങിനും ഒക്കെ തന്നെ നല്ല മുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഷാൻ റഹ്മാനെ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയത്. ഇനി സിനിമ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, മൊത്തത്തിൽ ഈ സിനിമ ഒരു കോപ്രാട്ടി മൂവി, ഒരു മസാല മൂവി. വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് തുടക്കം മുതൽ ഇടവേള വരെയും എന്തൊക്കെയോ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു ഇടവേള വരെയും അത് കഴിഞ്ഞ് കുറച്ച് സമയമായിട്ടും ഇതിലെ സസ്പെൻസ് എന്താണെന്ന് അവർ പൊട്ടിക്കുന്നില്ല. കാരണം ഒരു ഇടവേളയ്ക്ക് കുറച്ച് മുമ്പ് തന്നെ ആ സസ്പെൻസൊക്കെ പൊട്ടിച്ചിരുന്നെങ്കിൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നല്ല സംഭവങ്ങൾ സിനിമയിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. ഇത് ഇടവേള കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആ സസ്പെൻസ് എന്താണ്, അതായത് ഇതിലെ ഹീറോയ്ക്കുള്ള ആ വേദനാജനകമായ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയണു, അത് എന്താണ്, അത് എത്രത്തോളം കാഠിന്യമുള്ളതാണ് എന്നൊക്കെ കാണിച്ചാലല്ലേ സിനിമയ്ക്ക് അവിടുന്ന് അങ്ങോട്ടൊരു ത്രില്ലിങ് വരുള്ളൂ. ആ കാര്യത്തിൽ ഈ സിനിമയുടെ കഥ എഴുതിയ നൂറിൻ ഷെരീഫും അതേപോലെ ഫാഹിം സഫീറും പരാജയം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. കഥ പോരാ.
കാരണം ഇതിലെ കഥയ്ക്ക് ഇതിലെ മെയിൻ ഹീറോസിന് വരുന്ന ആ ഒരു കരുത്തായ ഒരു കാര്യം ആ കഥയിലില്ല. ഇതിൽ ബൈജു സന്തോഷിൻ്റെ ഒരു മെയിൻ റോളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ ഇവർ കാര്യമായിട്ട് എഴുതിയിട്ടില്ല. അതിലൊന്നുകൂടി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതിലെ വില്ലൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഉഷാറാകും എന്ന് തോന്നുമായിരുന്നു. അങ്ങനെയില്ല, പക്ഷേ ഉണ്ട് കേട്ടോ. ഇതിൽ വില്ലൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ ലാസ്റ്റ് വരുമ്പോഴേക്കും അങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, ഇല്ലയെന്നില്ല. പക്ഷെ അതൊന്നും അത്രയ്ക്ക് കരുത്തുള്ള കാര്യങ്ങളായിട്ട് തോന്നിയില്ല. എന്തൊക്കെയോ കോപ്രാട്ടി തരം, അതാണ് ഈ സിനിമ. ഇപ്പോൾ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്നൊരു സിനിമ വന്നില്ലേ, ആ സിനിമയും ഈ സിനിമയും വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെയിമാണ് ഈ സിനിമ. കഥ വേറെയാണെങ്കിലും അതിൽ അജിത്തിൻ്റെ ആ ഒരു കഥാപാത്രത്തിന് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് പുള്ളിയുടെ പഴയ സിനിമകളിലെ കഥാപാത്രങ്ങളെയൊക്കെ, അതായത് അജിത്തിൻ്റെ തന്നെ കഥാപാത്രങ്ങളെയൊക്കെ അതിൽ ഓരോ സമയത്ത് കൊണ്ടുവരുന്ന പോലെയും, പിന്നെ അജിത്തിൻ്റെ പഴയ സിനിമകളിലെ കഥാപാത്രങ്ങൾ അതിലേക്ക് അതേപോലെ വന്ന പോലെ, ഇപ്പോൾ സിമ്രാനൊക്കെ അദ്ദേഹത്തിൻ്റെ വേറൊരു സിനിമയിൽ നിന്ന് വാലി മൂവിയിൽ നിന്ന് അതേപോലെ ഈ സിനിമയിലേക്ക് വന്ന പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമയിലും മീശമാധവനിലെ ഒരു കഥാപാത്രം അതേ പേരിലും ആ കഥാപാത്രം തന്നെ ഇതിലേക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ടോട്ടലി പറഞ്ഞാൽ ഇത് ഫാൻ മെയ്ഡ് ഫിലിമാണ്. ഫാൻസിന്, ദിലീപേട്ടൻ്റെ ഫാൻസിനും ലാലേട്ടൻ്റെ ഫാൻസിനും വേണ്ടിയിട്ട് ഒരുക്കിയ സിനിമയാണെന്ന് പറയാം. അത്രയേ ഉള്ളൂ. അതായത് ഇവർ വരുമ്പോൾ ഫാൻസിന് തോന്നുന്ന ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, ആ ഒരു എനർജി, അവരുടെ ആ ഒരു ഡാൻസും കളിയും ഒക്കെ അങ്ങനെ ഉദ്ദേശിച്ച് മാത്രം എടുത്ത സിനിമയാണ് ബബ്ബബ്ബ. അത്രയേ ഉള്ളൂ. കഥയ്ക്ക് കരുത്തില്ല. അതേപോലെ ഇടവേള കഴിഞ്ഞും കുറേ നേരം ഒരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നു. എന്തിനാണ് ഇയാൾ ഇതൊക്കെ ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ പുറകിൽ, ഒന്നും മനസ്സിലാകാതെ നമുക്കൊരു സുഖമില്ലാതെ പോകുന്ന അവസ്ഥ. അപ്പോൾ എനിക്ക് ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ ചിരിച്ചു കേട്ടോ. കാരണം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അതേപോലെ അശോകൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു വന്നിട്ട് പുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ചിരിക്കുമല്ലോ, അതേപോലെ പുള്ളി ഇതിൽ ചിരിച്ച് കാണിക്കുന്നുണ്ട്. പുള്ളിയെ തന്നെ മിമിക്രി ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അത് പുള്ളി ചെയ്തപ്പോൾ അതിന് മാത്രം ഞാൻ അറിയാതെ ചിരിച്ചുപോയി, പുള്ളിയുടെ ആ കഥാപാത്രത്തിന്. പിന്നെ ഇതിൽ കുറേ പേരുണ്ട്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എല്ലാവരും ഇങ്ങനെ വരുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നല്ലാതെ സിനിമയ്ക്ക് ഒരു അടിസ്ഥാനമില്ല. പിന്നെ KGF സിനിമയിലെ പോലെയുള്ള ആ തോക്ക്, KGF 2-ലുള്ള പോലത്തെ ഒരു സംഭവമൊക്കെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ വാണപ്പടക്കങ്ങളൊക്കെ വിട്ടുകൊണ്ട് എന്തൊക്കെ കാണിക്കുന്നു. അതേപോലെ ഈ ഒരു പ്രത്യേക രീതിയിലുള്ള വാഹനം, അതിൽ നിന്ന് കുറേ വെടിയുതിർക്കുക, അതേപോലെ പൊട്ടിത്തെറിപ്പിക്കുക, അങ്ങനത്തെയൊക്കെ അത് ഗുഡ് ബാഡ് അഗ്ലിയിൽ ഞാൻ കണ്ടിരുന്നു. അതുപോലെയൊക്കെ മറ്റേ സിനിമയിൽ നിന്നൊക്കെ കട്ടെടുത്തിട്ട് ഇട്ട പോലത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ കുറച്ച് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് വലിയ സുഖം കിട്ടുന്നില്ല. അത് ഫാൻസിന് വേണമെങ്കിൽ ഓക്കെ ആയിരിക്കും. ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞാനും ദിലീപേട്ടൻ്റെയും അതേപോലെ ലാലേട്ടൻ്റെയും ഒക്കെ ഫാൻ തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷേ എനിക്കിങ്ങനെ പൊട്ടത്തരങ്ങളുടെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് പറയുക തന്നെ ചെയ്യും. സിനിമ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയണമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് വെറും കോപ്രാട്ടി തരമായിട്ടേ തോന്നിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളൊരു കോപ്രാട്ടി മൂവി, അതാണ് ബബ്ബബ്ബ.